கொச்சி-மூணார் தேசிய நெடுஞ்சாலையில் வனத்துறையின் பூட்டை உடைத்த கிப்பா. நேரிமங்கலம் முதல் வாளரை வரையுள்ள 14.5 கிலோமீட்டர் தூரம் வனத்துறைக்கு உரிமை கிடையாது என்று நீதிமன்ற தீர்ப்பு வந்துள்ளது. இடுக்கி எர்ணாகுளம் மாவட்டங்களின் உயிராக உள்ள கொச்சி தனுஷ்கோடி நேஷனல் ஹைவே 980 கோடி ரூபாய் செலவு செய்து நவீனப்படுத்திக் கொண்டிருக்கின்றன. ஆனால் இந்த சாலையில் நேரிமங்கலம் முதல் வாளரை வரை உள்ள 14.5 கிலோமீட்டர் வனப்பகுதி என்று சுட்டிக்காட்டி தற்பொழுதுள்ள வீதியில் கூடுதல் டாரிங் வேலைகள் செய்வதற்கோ கனரக வாகனங்கள் கடந்து செல்வதற்கோ பாதுகாப்பு சுவர் அமைப்பதற்கோ வாய்ப்பில்லை என்று தெரிவித்து வனத்துறை சாலை வேலைகளை தடை செய்து வந்தது. தினந்தோறும் நூற்றுக்கணக்கான வாகனங்கள் கடந்து செல்லக்கூடிய நேஷனல் ஹைவேயில் மிக கூடுதலாக போக்குவரத்து தடை ஏற்படுவதும் இங்குதான். நேரிமங்கலம் முதல் வாளரை வரை 14.5 கிலோமீட்டர் தூரம் பிரச்சனை தீர்வு காண்பதற்காக BWD வனத்துறை போன்ற அதிகாரிகள் இடுக்கி MP உட்பட உள்ள மக்கள் தலைவர்களும் ஆலோசனை நடத்தி பலமுறை இடுக்கி கலெக்டரேட்டில் சேர்ந்தார்கள் என்றாலும் வனத்துறைக்கு முன்பாக ஒன்றும் செய்ய இயலாத நிலை தொடர்ந்தது. സാഹചര്യം എന്താണെന്ന് വെച്ചാൽ ഒരു വർഷം മുന്നേ വാളറ പാലത്തിന്റെ കരിക്ക് വിറ്റുകൊണ്ടിരുന്ന ആളെ പിടിച്ചുകൊണ്ടുപോയി പ്രകൃതി നശിപ്പിച്ചു, വനം വകുപ്പ് കേസ് ചാർജ് ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു. 2 വണ്ടി പിടിച്ചുകൊണ്ടുപോയി. അപ്പോൾ അങ്ങനെ അത് കേട്ട് കഴിഞ്ഞപ്പോൾ നല്ല സങ്കടം ഉണ്ടായിരുന്നു. കാരണം ജീവിക്കാൻ വേണ്ടിയല്ലേ ഒരു മനുഷ്യൻ കരിക്ക് വിറ്റിട്ടൊക്കെ തന്റെ കുടുംബം പുലർത്താൻ വേണ്ടിയാണ്. അപ്പോൾ അങ്ങനെ ഒരാളെ പിടിച്ചുകൊണ്ടുപോയി കേസ് ചാർജ് എന്നൊക്കെ പറയുമ്പോൾ അന്ന് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു, അന്ന് റിയാക്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു. ആ ഒരു കേസ് മൈൻഡിൽ ഇരുന്നപ്പോഴാണ് ഇപ്പോൾ കൊച്ചി ധനുഷ്കോടി റോഡ് വൈൻഡിങ് അത് വന്ന് ഫോറസ്റ്റുകാരെ NOC കൊടുക്കാതെ നേരിമംഗലം മുതൽ വാളറ വരെയുള്ള സ്ഥലത്ത് 14.5 കിലോമീറ്റർ സ്ഥലം വിട്ടിട്ട് റോഡ് വൈൻഡിങ് നടത്തിക്കോ എന്നുള്ളൊരു ഇത് കൊണ്ടുവന്നപ്പോൾ അപ്പോൾ വിചാരിച്ചു മീരാനിക്കയുടെ കേസും കൂടെ ഇതിൽ പെടുത്തിയപ്പോൾ കിഫയിലെ അലക്സ് ഒഴികയിൽ സാർ പറഞ്ഞു കേസ് ടേക്കപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് കേസിലേക്ക് മൂവ് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടായത്. പിന്നെ ഇവരുടെ ചിന്തിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് സമാധാനമായിട്ട് സ്വസ്ഥമായിട്ട് ജീവിക്കാനുള്ള നിയമങ്ങൾ നമ്മുടെ മുൻ ഭരണാധികാരികൾ നമുക്ക് തന്നിട്ടാണ് പോയേക്കുന്നത്. അതിന് തടസ്സം ഉണ്ടാക്കുന്നതൊന്നും നമുക്ക് കണ്ടില്ല എന്ന് അടിച്ച് മിണ്ടാതെ നിൽക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഇങ്ങനൊരു കേസ് കൊടുത്ത് മൂവ് ചെയ്തത്. പിന്നെ ഇടുക്കി എന്ന് പറയുന്ന ജില്ല എന്ന് പറയുമ്പോൾ ആൾക്കാരെ കുടിയിറക്കി വിട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇടുക്കി ജില്ലയിൽ നിന്ന് ആൾക്കാരെ കുടിയിറക്കി വിടാൻ വേണ്ടിയല്ല ഒരു 100 വർഷങ്ങൾക്ക് മുന്നേ നേരിമംഗലം പാലം അവിടെ പണിതത്. അവിടെ ആൾക്കാർക്ക് സമാധാനമായിട്ട് സ്വസ്ഥമായിട്ട് ജീവിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാണോ, അല്ലാതെ അവിടെ നിന്ന് ആൾക്കാരെ കുടിയിറക്കി നേരിമംഗലം വഴി വിട്ട് കോതമംഗലത്തോടെ പൊക്കോ എന്നുള്ളൊരു അർത്ഥത്തിലല്ല. இந்நிலையில்தான் மூவாற்றுப்புழை நிர்மலா காலேஜ் இங்கிலீஷ் டிகிரி மாணவியான கிரண் சிஜு கிஃபா எர்ணாகுளம் மாவட்ட தலைவர் சிஜிமோன் பிரசிடென்ட் இடுக்கி மாவட்ட தலைவர் பாபின் ஜேம்ஸ் வாளரையில் சாலை ஓரத்தில் இளநீ விற்றபோது சட்டவிரோதமாக விற்றதாக கஸ்டடியில் எடுத்து ஜெயிலில் அடைத்த மீரான் என்பவர்கள் நீதிமன்றத்தை அணுகியது. சாலை ராஜாக்களின் காலம் முதல் 100 அடி வீதியில் பொதுப்பணித்துறைக்கு விட்டுக் கொடுத்திருந்தது என்றும் தற்பொழுதுள்ள ரோட்டில் நடைபெறக்கூடிய இரு பகுதியில் உள்ள 5 அடி வீதமுள்ள பாகம் வனத்துறைக்கு உரிமை இல்லை என்றும் அதுபோன்ற பகுதிகளை அளந்து தேவையான மார்க்கிங் செய்து கொடுக்க வேண்டும் என்றும் கிஃபா ஹைகோர்ட்டில் வாதிட்டது. விளக்கமான இரு கூட்டங்களில் வாதங்களை கேட்ட பின்பு டிவிஷனல் பெஞ்ச் 100 அடி வீதியில் வனத்துறைக்கு எந்தவித அதிகாரமும் இல்லை என்றும் வனத்துறை சாலை வேலைகளுக்கு தடை நிற்பது சட்டத்திற்கு விரோதம் என்றும் അവர்கள் தெரிவித்தனர். ഡിവിഷൻ ബെഞ്ച് നമ്മുടെ മൂന്നാർ ബെഞ്ചാണ് നമ്മുടെ ഈ കേസും എടുത്തത്. അതിനകത്ത് വളരെ സ്പെസിഫിക് ആയിട്ട് ഉത്തരവ് തന്നിട്ടുണ്ട്. ആ ഉത്തരവിൽ പറയുന്ന ഇതാണ്: നേരിമംഗലം മുതൽ വാളർ വരെയുള്ള 14.5 കിലോമീറ്റർ ദൂരത്തിൽ വനം വകുപ്പിന് യാതൊരു അവകാശവും ഇല്ലെന്നും അത് റവന്യൂ റെക്കോർഡ്സുകൾ പരിശോധിച്ചതിൽ വളരെ വ്യക്തമാണെന്നും ഇനി ഏതെങ്കിലും കാരണവശാൽ വനം വകുപ്പിന് അവകാശം അത് ഉന്നയിക്കണമെങ്കിൽ ഡോക്യുമെന്റ് വെച്ച് പിന്നീട് തെളിയിക്കണമെന്നും ഇപ്പോൾ നാഷണൽ ഹൈവേ നടത്തിക്കൊണ്ടിരിക്കുന്ന വൈഡനിങ്ങിൽ യാതൊരു കാരണവശാലും ഇടപെടാൻ പാടില്ല എന്നും 100 അടി വീതിയിലുള്ള ഈ ഒരു പ്രദേശം അത് ഇപ്പോൾ നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ കസ്റ്റഡിയിലേക്ക് കൊടുത്തിരിക്കുകയാണ്. വനം വകുപ്പിന് ഒരു കാരണവശാലും ഈ കാര്യത്തിൽ ഇടപെടാൻ പാടില്ല എന്നുള്ള സ്പെസിഫിക് ഉത്തരവാണ് നമ്മുടെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നിന്ന് ഇപ്പോൾ വന്നിരിക്കുന്നത്. அதிகாரமில்லாத இடத்தில் தேவையில்லாமல் அதிகாரத்தை பயன்படுத்திய வனத்துறைக்கு இது மிகப்பெரிய பின்னடைவாக உள்ளது. நியூஸ் பீரோ அடிமாலி.